ശരി, നന്ദി ശ്രീ PDT ആചാര്യ. താങ്കളുടെ പ്രതികരണത്തിന് ഡൽഹിയിൽ നിന്ന് ധനസമ്മോദ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസമ്മോദ്, ഇന്നലെ ഗുരുതരമായ ആരോപണമാണ് AAP വാർത്താ സമ്മേളനത്തിൽ ഈ മന്ത്രി അതിഷി തന്നെ പറഞ്ഞത്. മദ്യനയ കേസിലെ മാപ്പുസാക്ഷി അറസ്റ്റിന് പിന്നാലെ BJPക്ക് പണം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിഷി പറയുന്നുണ്ട്? അതിഷി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇനി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കാര്യം അതിഷി തന്നെയാണ് അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം ആദ്യമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇത് അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇല്ലാതാകുന്നില്ല, മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ തുടരും എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന് സാധാരണക്കാരായ ഡൽഹിക്കാരോടുള്ള ഒരു കരുതലിനെ കുറിച്ചാണ് അതിഷി മർലേന ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കാരണം ഡൽഹിയിൽ ഒരു മെയ് ജൂൺ ജൂലൈ മാസം പറയുമ്പോൾ വലിയ തരത്തിലുള്ള കടുത്ത ചൂടുണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഓരോ സ്ഥലത്തും ജലക്ഷാമം എങ്ങനെയാണ് അനുഭവപ്പെടാൻ പോകുന്നത്, അതെങ്ങനെ നേരിടണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും അദ്ദേഹം ആലോചിക്കുന്നത്. ജയിലിൽ കിടന്നു പോലും അദ്ദേഹം ചിന്തിക്കുന്നത് ഡൽഹിക്ക് വേണ്ടിയാണ്, ഡൽഹിക്കാർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചില പ്രത്യേക കോളനികളുണ്ട്, അവിടെയൊക്കെ എങ്ങനെയാണ് കാര്യം കുടിവെള്ള പൈപ്പ് ലൈൻ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെ വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ജലക്ഷാമം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചൂടുകാലത്തെ നേരിടാൻ വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു ഫയലിലാണ് ഇപ്പോൾ ഒപ്പിട്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ കേവലം ഒരു ഒപ്പിട്ട് ഉത്തരവിറക്കി എന്നതിന് ഉപരിയായിട്ട് അദ്ദേഹം ഈ ഒരു സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര സർക്കാരിന്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ സ്തംഭനം ഉണ്ടാക്കി ഒരു ആം ആദ്മി പാർട്ടിയെ പുറത്തു കളയാൻ വേണ്ടിയുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് ഭരണം കൈമാറാനുള്ള ഒരു നീക്കം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് നേരത്തെ ആം ആദ്മി പറഞ്ഞത്. അതിന് തങ്ങൾ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് അദ്ദേഹം ഇന്ന് ചാർത്തിയിരിക്കുന്ന ഈ തുല്യം.